മനുവേട്ടാ, എനിക്കൊരു 1000 രൂപ വേണം. 1000 രൂപയോ? എന്തിന്? എൻ്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്. ഒരു സാരി വാങ്ങണം. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റും കൊടുക്കണം. ഉള്ള സാരിയൊക്കെ ഉടുത്താൽ മതി. ഗിഫ്റ്റൊക്കെ വാങ്ങണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്ക്. മനു ദേഷ്യത്തോടെ അഞ്ജനയെ നോക്കി. ഞാൻ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും അല്ലല്ലോ മനുവേട്ടാ കാശ് ചോദിച്ചത്. എന്ത് കാര്യത്തിനായാലും തരാൻ പറ്റില്ല. നിനക്കിവിടെ ഇരുന്ന് 1000 2000 എന്നൊക്കെ ചോദിച്ചാൽ മതി. അതുണ്ടാക്കാൻ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്കേ അറിയൂ. എന്താടാ, എന്താ ഇവിടെ ഒരു ബഹളം? മനുവിൻ്റെ ശബ്ദം കേട്ട് അമ്മയും അനുജത്തി മായയും അവരുടെ മുറിയിലേക്ക് വന്നു. ഇവൾക്ക് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ ഞാൻ 1000 രൂപ കൊടുക്കണമെന്ന്. 1000 രൂപയോ? നിനക്ക് വേറെ പണിയൊന്നുമില്ല അഞ്ജനെ? ഏത് നേരവും ഇങ്ങനെ പണം ചോദിച്ച് അവനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? പോയ പശുവിനെ തൊഴുത്തിൽ നിന്ന് പറമ്പിലേക്ക് മാറ്റിക്കെട്ട്. മനുവിൻ്റെ അമ്മ പറഞ്ഞതും അഞ്ജന തിരിച്ചൊന്നും പറയാതെ വീടിൻ്റെ പുറകിലേക്ക് നടന്നു. പണത്തിൻ്റെ വില അറിയണമെങ്കിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കണം. അതിനത്യാവശ്യം വിദ്യാഭ്യാസം വേണം. ഇതേത് നേരവും തിന്നും കുടിച്ചും വീട്ടിലിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. സർക്കാർ ജോലിക്കാരിയായ മായയുടെ കുത്തുവാക്കുകൾ കൂടി കേട്ടപ്പോൾ അഞ്ജനയുടെ കണ്ണുകൾ നിറഞ്ഞു. മായയുടെ ഭർത്താവ് ഗൾഫിലായതിനാൽ വിവാഹശേഷവും അവൾ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളിൽ ഇളയവളാണ് അഞ്ജന. 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 10ൽ തോറ്റ അഞ്ജന പിന്നെ വിവാഹം വരെ തയ്യൽ പഠിക്കാൻ പോയി. അത്യാവശ്യം നല്ല ജോലിയും സമ്പത്തും വിദ്യാഭ്യാസവുമുള്ള മനുവിൻ്റെ ആലോചന വന്നപ്പോൾ അച്ഛനും സഹോദരനും കൂടി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 50 പവനോളം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് അവളുടെ വിവാഹം നടത്തിയത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അഞ്ജനയ്ക്കപ്പുറം ആ വീട്ടിൽ മറ്റൊന്നുമില്ലായിരുന്നു. ആ സ്നേഹപ്രകടനങ്ങളിൽ അവൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അവളുടെ ആഭരണങ്ങളായിരുന്നു. അവസാനം കെട്ടുതാലിക്ക് പകരം കഴുത്തിൽ മുക്കുപണ്ട സ്ഥാനം പിടിച്ചപ്പോൾ സ്വർണം പോലെ തിളങ്ങിയവർ പോലും മുക്കുപണ്ടം പോലെ മങ്ങി. 5 വർഷം കൊണ്ട് 50 പവന്റെ സ്വർണവും അഞ്ജന ആ വീട്ടിലേക്ക് വേണ്ടി കൊടുത്തു. അന്നു മുതൽ മറ്റുള്ളവരെ അനുസരിക്കാനും ജോലി ചെയ്യാനുമുള്ള യന്ത്രമായി മാറി അവൾ ആ വീട്ടിൽ. അമ്മേ! 4 വയസ്സുകാരി മോളുടെ വിളി കേട്ടാണ് അഞ്ജന ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. കുഞ്ഞിരി പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വരുന്ന മോളെ കണ്ടപ്പോൾ അവൾക്കൊരു ഊർജം തോന്നി. ഞാൻ തോൽക്കാൻ പാടില്ല. തോറ്റുപോയാൽ തകരുന്നത് എൻ്റെ മകളുടെ ജീവിതം കൂടിയാണ്. മോളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, മനുവേട്ടാ, നാളെ എൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. മനുവേട്ടനും അമ്മയും മായയും വരണം. രാത്രി എല്ലാവർക്കും അത്താഴം വിളമ്പുമ്പോഴാണ് അഞ്ജന അത് പറഞ്ഞത്. ഒന്നും മനസ്സിലാവാതെ 3 പേരും പരസ്പരം നോക്കി. കടയോ? എന്തു കട? മായയാണ് ചോദിച്ചത്. തയ്യൽ കട. ടൗണിൽ സ്കൂളിനടുത്ത സുധാകരൻ ചേട്ടൻ്റെ ഒഴിഞ്ഞു കിടന്ന കട ഞാൻ വാടകയ്ക്കെടുത്തു. ഒരു തയ്യൽ മെഷീനും വാങ്ങി. നീ എന്തൊക്കെയാ പറയുന്നത്? ആരോട് ചോദിച്ചിട്ടാ നീ ഇതൊക്കെ ചെയ്തത്? മനു ദേഷ്യത്തോടെ ചോദിച്ചു. ഇതിനൊക്കെയുള്ള പണം എവിടുന്നാണെന്ന് ചോദിക്കടാ ആദ്യം. മനുവിൻ്റെ അമ്മ പറഞ്ഞപ്പോഴാ അവനും അതോർത്തത്. അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അമ്മയുടെ മകൻ്റെ പണമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ആഭരണങ്ങൾ പണയം വെച്ചാണ് ഞാൻ കടയെടുത്തതും മെഷീൻ വാങ്ങിയതും. ആഭരണോ? നിനക്കെവിടുന്ന് ആഭരണം? എൻ്റെ വിവാഹത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് തന്ന ആഭരണങ്ങളിൽ കുറച്ച് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അമ്മേ. അത് കേട്ടത് മായ ചാടി എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി. അലമാരയിൽ നിന്ന് ആഭരണപ്പെട്ടി എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ കുറച്ച് ആഭരണങ്ങൾ കാണാനില്ലായിരുന്നു. അതൊക്കെ മായയുടെ കല്യാണത്തിന് മനു കൊടുത്ത അഞ്ജനയുടെ ആഭരണങ്ങളാണ്. ഏട്ടാ, ഈ കള്ളി എൻ്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു. അനാവശ്യം പറയരുത് മായേ. അതെൻ്റെ അച്ഛനും ഏട്ടനും ചേർന്ന് എനിക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങളാണ്. നിന്റെ വിവാഹത്തിന് അത് നിനക്കിടാൻ തരണമെന്നും കുറച്ച് ദിവസം കഴിഞ്ഞ് തിരികെ തരാമെന്നും നിന്റെ അമ്മയും ഏട്ടനും കൂടെയാ പറഞ്ഞത്. ഇതുവരെ ഞാനത് ചോദിക്കാതിരുന്നത് സ്വർണത്തിനേക്കാളും ബന്ധങ്ങൾക്ക് വിലയുണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ടാ. മതിയടി നിന്റെ പ്രസംഗം. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുക. വെറുതെ ജയിലിൽ പോയി കിടക്കണ്ടെങ്കിൽ എൻ്റെ ആഭരണങ്ങൾ തിരികെ തന്നു. നീ വിളിക്ക് പോലീസിനെ. എന്നിട്ട് നിന്റെ അമ്മയെയും ഏട്ടനെയും കൊണ്ടുപോകുന്നത് കണ്ണു നിറയെ കണ്ടോ. 2 പേർക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഞാനൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആഭരണങ്ങളൊക്കെ എൻ്റെയാണെന്ന് തെളിയിക്കാൻ എനിക്കെൻ്റെ വിവാഹ ആൽബവും വീഡിയോകളും മാത്രം മതി. കുഞ്ഞിനെ എടുത്ത് അവൾ റൂമിലേക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ 3 പേരും പരസ്പരം നോക്കി നിന്നു. പിറ്റേന്ന് അവളുടെ കടയുടെ ഉദ്ഘാടനത്തിന് 3 പേരും പോയില്ല. അവളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മോളെ സ്കൂളിലാക്കി അവൾ കടയിലേക്ക് പോകും. വൈകുന്നേരം കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് വരും. ഇടയ്ക്ക് പുതിയ മോഡൽ വസ്ത്രങ്ങൾ തയ്ച്ച് ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ കയറി ഇറങ്ങി ചെറിയ ചെറിയ ഓർഡറുകൾ പിടിച്ചു. കൂട്ടത്തിൽ തയ്യൽ പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. പിന്നീട് അഞ്ജനയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. മനുവിനേക്കാളും മായയെക്കാളും അവൾ സമ്പാദിച്ചു തുടങ്ങി. അതോടെ മനുവിൻ്റെ വീട്ടിൽ അവൾക്ക് വീണ്ടും സ്ഥാനവും കിട്ടിത്തുടങ്ങി. എങ്കിലും അനുഭവം ഒരു പാഠമായി കണ്ട് എല്ലാവരെയും ഒരു കൈ അകലത്തിൽ തന്നെ നിർത്തി അഞ്ജന മുന്നോട്ട് തന്നെ നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.